നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതിജീവിതമാർ തങ്ങളുടെ പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 24 ചാനലിനടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂ, അത് വലിയ രീതിയിൽ തന്നെ രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, പല തെളിവുകളും പലരും പുറത്തുവിടുന്നതും നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പുരോഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് തുടക്കം മുതൽ തന്നെ രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിജീവിതയ്ക്കെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാഹുൽ പൂർണ്ണമായും തെറ്റ് ചെയ്തിട്ടില്ല എന്നവർ പറയുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരുന്നു കൊണ്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം അതിജീവിതയ്ക്കെതിരെയും അവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത വീണ്ടും രംഗത്ത് വരികയാണ്. ദീപ ജോസഫ് സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ നേതാവാണെന്നും തന്നെയും മറ്റ് അതിജീവിതകളെയും നിരന്തരം വേട്ടയാടുകയാണെന്നും കാണിച്ച് ഇവർ സത്യവാങ്മൂലം നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ FB പോസ്റ്റുകൾ വളച്ചൊടിച്ചു. 2021 മാത്രം എൻറോൾ ചെയ്ത ദീപ 2017 മുതൽ സുപ്രീം കോടതി അഭിഭാഷകയാണെന്നാണ് FBയിൽ അവകാശപ്പെടുന്നത്. ഇവർ ഫയൽ ചെയ്ത വക്കാലത്തും സത്യവാങ്മൂലവും വ്യാജമാണ്. യുക്രൈനിൽ നിന്നും ഫയൽ ചെയ്ത പെറ്റീഷനിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരുന്നു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ അഭിഭാഷകയായ ദീപ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത UDFും രംഗത്തെത്തിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് UDF ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിലപാടെടുത്തു. UDF പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് നിലപാട്. രാഹുലിനെതിരായ പരാതി എത്തിക്സ് കമ്മിറ്റി 23 വീണ്ടും പരിഗണിക്കും. ലൈംഗിക ആരോപണങ്ങളിലും നിർബന്ധിത ഗർഭഛിദ്ര കേസുകളിലും കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നീക്കം തിങ്കളാഴ്ച ചേർന്ന UDF പാർലമെന്ററി പാർട്ടി പ്രത്യേക ചർച്ച ചെയ്യുകയായിരുന്നു. അധികാര പരിധി കടന്നുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ നീക്കത്തെ എതിർക്കണമെന്ന് ഘടകകക്ഷികളും നേതാക്കളും നിലപാടെടുത്തു. ഇതിന് പിന്നാലെ എത്തിക്സ് കമ്മിറ്റിയിൽ പങ്കെടുത്ത പ്രതിപക്ഷ അംഗങ്ങളായ റോജി M. ജോണും UA ലത്തീഫും കീഴ്വഴക്കങ്ങളില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് വിമർശിച്ചു. കുറ്റാരോപിതൻ മാത്രമായ വ്യക്തിയെ അയോഗ്യനാക്കാനാവില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. ആദ്യ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റം, കേസെടുത്തതോടെ സസ്പെൻഷൻ, രണ്ടാം പരാതി പാർട്ടിക്ക് ലഭിച്ചതോടെ പുറത്താക്കൽ. അയോഗ്യതയെ എതിർക്കുമ്പോഴും രാഹുലിനെ പുറത്താക്കിയ നടപടിയിലോ നിലപാടിലോ മാറ്റമുണ്ടാകില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ബലാത്സംഗ കേസിൽ നിയമ നടപടിക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ സാധ്യത ഏറുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ ഇത്തവണ വീണ്ടും ആരായിരിക്കും കോൺഗ്രസ് അവതരിപ്പിക്കാൻ പോകുന്ന ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അവതാരം എന്നുള്ളതാണ് എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്നത്. പീഡന പരാതിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തായ അറസ്റ്റ് അടക്കം നേരിട്ടെങ്കിലും രാഹുലിന് താഴെ തട്ടിൽ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങളും രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങളും പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടത്തിയ 2 വ്യത്യസ്ത വോട്ടർ സർവേകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതായ റിപ്പോർട്ടുകൾ. രാഹുൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ നിർദ്ദേശമനുസരിച്ച് രാഹുൽ അനുകൂലിക്കുന്ന വിഭാഗമാണ് സർവേ നടത്തിയതെന്നാണ് ചില സൂചനകൾ പുറത്തുവരുന്നത്. അതേസമയം ബലാത്സംഗ കേസുകൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലും രാഹുലിനെ മത്സരിപ്പിക്കില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. പാർട്ടി നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും ഉറച്ച തീരുമാനമാണിതെന്നും ഒരു മുതിർന്ന KPCC ഭാരവാഹി പറഞ്ഞു. എന്നാൽ രാഹുൽ കുറ്റവിമുക്തനാക്കിയാൽ തീരുമാനം പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത തള്ളാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി തീരുമാനം അനുസരിക്കുകയും നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഇതിനുള്ള സാധ്യതയുണ്ടാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു PR ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ നീക്കങ്ങൾ KPCCയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിലും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് കോൺഗ്രസ് കൂട്ടായി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ അയോഗ്യനാക്കുന്ന നടപടിയെ ശക്തമായി തന്നെ UDF എതിർക്കാൻ തീരുമാനിച്ചതും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ലെന്നാണ് UDF പാർലമെന്ററി പാർട്ടിയുടെ യോഗത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന സമീപനമല്ല, മറിച്ച് ഇത്തരമൊരു നടപടി ഉണ്ടാക്കുന്ന കീഴ്വഴക്കത്തെയാണ് എതിർക്കുന്നതെന്ന് കോൺഗ്രസ് സൂചിപ്പിക്കുന്നു. ഇതൊരു കീഴ്വഴക്കമായാൽ നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ദുരുപയോഗത്തിന് വഴി തെളിയിക്കുമെന്നാണ് വിലയിരുത്തൽ. ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടെയാണ് അയോഗ്യനായതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ലെന്നാണ് നേതാക്കളുടെ പക്ഷം. കേസിൽ പ്രതിയായി എന്നതിനാൽ ഒരാളെ അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടും. ഭാവിയിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കുമെന്നാണ് UDF വിലയിരുത്തൽ. എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ നിലപാടൊന്ന് മാറി മറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അയോഗ്യനാക്കുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. അതേസമയം ഇതിനർത്ഥം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല എന്നുള്ളത് കൂടി ഇവിടെ കോൺഗ്രസ് വൃത്തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്.